അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ആൻഡ് ഹാർഡ് കോർ സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. 2 ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ബേസിൽ കുറച്ച് ഗ്രൈൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, ബേസ് മൊത്തത്തിലൊന്ന് മാറിയിക്കണ്. അത് സ്ട്രീം ചെയ്താണ്ടാണ് ഞാൻ വർക്ക് ചെയ്ത്. ലൈവിലായിരുന്നു ഫുൾ വർക്ക്. പിന്നെ ടോട്ടം കിട്ടി. ഞാൻ ഒരു റിസ്ക് എടുത്തതാണ്, പക്ഷേ ഓൾമോസ്റ്റ് ഒരു ടോട്ടൻ്റെ ഒക്കെ പൊട്ടിട്ടോ. ഒരു വട്ടം ചാകേണ്ടതായിരുന്നു, ഭാഗ്യത്തിന് ഒരു ടോട്ടം ഉണ്ടായിരുന്നു, അടുത്ത് പിടിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കൃഷി സെറ്റാക്കാം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബോർഡിൽ കുറച്ച് ആൾക്കാരെ പേര് ആഡ് ചെയ്യാണ്ട് അത് ഞാൻ സെറ്റാക്കാം. ഇന്നിപ്പോൾ നടക്കൂല. ഇത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ വേറെ ഫോണില്ല, ഒന്നത് നോക്കിങ്ങാണ്ട്, അല്ലെങ്കിൽ പിന്നെ പേനയും പേപ്പറിൽ എഴുതിയെടുത്താണ്ട് ഇതാക്കണം. അത് സെറ്റാക്കാം. അടുത്ത വീഡിയോയിലെ ഫുൾ സെറ്റാക്കാം. പുതിയ വന്ന കമൻറ്റൊക്കെ. ഇപ്പം നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ ഒന്ന് കൃഷി സെറ്റ് ചെയ്യാൻ പോകണം. ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒരു വെള്ളം ഒഴിച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വെക്കാം ഒരു വെള്ളം. ഇപ്പം കണക്ക് ശരിയായിട്ടുണ്ടാവും. 1 2 3 4 ഡയറക്ഷനാണ് വെള്ളം ഇത് ചെല്ലുക, മനസ്സിലായോ? ഡയറക്ഷൻ അല്ല, എന്താപ്പോൾ പറയണി, എന്തോ തേങ്ങ ചെല്ലുക. 1 2 3 ഈ 4 ബ്ലോക്കുമ്മൊക്കെ ഈ വെള്ളം എത്തും. അതിനാണ് 5ാമത്തെ ബ്ലോക്കുമ്മൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം എത്തൂല. അത് ഇതാവും, ഓട്ടോമാറ്റിക്കലി ഉണങ്ങും. 1 2 3 അപ്പോൾ ഇതൊന്ന് ഫുള്ള് സെറ്റാക്കട്ടെ. കണ്ടാത്ത ഉണങ്ങിയത് കണ്ടോ? ഇതിവിടെ റെഡി ആക്കട്ടെ. ചിലപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ പോകുന്നു. ഇവിടെ തന്നെ 1 2 3 4 ഇവിടെ ഒരു വെള്ളം ഒഴിക്കണം. വെള്ളം എടുത്തോണ്ടരാ. ഓക്കെ, സെറ്റ്. 1 2 3 4 1 2 എൻ്റെ 1 ഹോ പൊട്ടി. അപ്പം 2ാമത്തെ ഹോക്കെ ഇതാണ് സേഫ്റ്റിക്ക് കുറേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എനിക്കറിയാത് കുറേ വാണ്ടി വരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. 1 2 3 4 ഇവിടെ അടുത്തത് വേണം, പക്ഷേ നൈറ്റായി, പോയി കടന്നുറങ്ങിയിട്ട് വരാം. അതൊക്കെ നല്ലത്. ഞാനാണെങ്കിൽ ബെഡ് എടുത്തോണ്ടിരാത്തത് കൊണ്ട് മിക്കവാറും ഞാൻ അവിടെ എത്തുമ്പത്തിന് മോബ് സ്പോണാവാൻ ചാൻസ് ഉണ്ട്. ഫാസ്റ്റ്. ഓക്കെ, അങ്ങനെ കിടന്നുറങ്ങി. മഴ വെജുണ്ട്, അല്ലെങ്കിൽ ഞാൻ മഴ ചോർന്ന് നിൽക്ക് ഞാൻ മഴ പെയ്യണോണ്ട് ഞാൻ ഉള്ളിൽ വന്ന് കുത്തിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പുറത്ത് കുത്തിരുന്നാണ് റെക്കോർഡ് ചെയ്യൽ. ഏതായാലും ഇവിടെ വന്നതല്ലേ, നമുക്കൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് പോവാം. എൻ്റെ മറ്റേ റൈഡ് ചെയ്യുന്ന ഇതുണ്ട്, റൈഡ് ടോട്ടം ഒപ്പിക്കണ സീനൊക്കെ നമ്മുടെ ലൈവിലുണ്ട്. നല്ല മണിക്ക് ഞാൻ ഒരു 1 2 മണി അല്ല 3 മണിക്കൂറാണ് സ്ട്രീം ചെയ്തത്. പക്ഷേ അതിൽ 1.5 മണിക്കൂറോളം റൈഡ് ചെയ്യുന്നു.
ഞാൻ പതിയെ ഓരോരുത്തരെ തീർത്ത് ഒന്നാമത് ഈ അയൺ ആർമർ ഇട്ടാ കളിച്ചിന്. അയൺ ആർമർ ഇട്ടുകൊണ്ട് ഒരടി ഇട്ടുമ്പോൾ തന്നെ നല്ല ഹെൽത്ത് പോവും. ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് അത് കംപ്ലീറ്റ് ആക്കി. പക്ഷെ ഒരു പ്രാവശ്യം നമുക്ക് ഇതായി, ഒരു വിച്ച് വന്നിട്ട് പോഷൻ എറിഞ്ഞു, ഒരൊറ്റ ഹെൽത്ത്. ഞാൻ ചത്തുന്ന് കരുതിയ, ഹാർഡ് കോർ തീർന്നു കരുതിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഓടി രക്ഷപ്പെട്ടു. നമുക്ക് 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെയാണ് നമുക്കിത് ഫുൾ റെഡിയാക്കി എടുക്കാം. ഒരു വലിയ കൃഷിയാണ് നമ്മളോട് സെറ്റ് ചെയ്യാൻ പോകണം. ഇവിടെ സെറ്റ് കേട്ടോ. ഇനി 1 2 3 4 ഓൾറെഡി നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് അത് ഉപകാരമായി. ഇവിടെ എത്ര ഉള്ളു പറ്റുക. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യണം, അങ്ങോട്ട് സ്റ്റെയർ കേസ് എന്തെങ്കിലും വെക്കാം. ഇവിടെ ആയിരിക്കും, അവിടെ ആകണമല്ലോ. ഈ മരത്തിൻ്റെ അടിയിലുണ്ടായിരുത്തി കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുത്തോണ്ട് ഞാൻ ജസ്റ്റ് അവൻ്റെ ട്രേഡിങ് ആൾ നേരാക്കാൻ വേണ്ടി ഇങ്ങോട്ട് നട്ടു വെച്ചതാണ്. ട്രേഡിങ് ആൾ ബൈ ഉണ്ടാക്കിയത് ഫുള്ളാക്കിയിട്ടില്ല. ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂം ഫുൾ സെറ്റ് ചെയ്ത് വില്ലേജേഴ്സിന് അതിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ടില്ല. അതൊക്കെ ഞാൻ സ്ട്രീമിലാണ് സെറ്റാക്കിയത് കേട്ടോ. ഇതിൻ്റെ സ്ട്രീം പക്ഷേ പ്രൈവറ്റിലാണ് കിടക്കണം. ഞാൻ പബ്ലിക് ആക്കാം, അതൊന്ന് അപ്ലോഡ് ആവട്ടെ ഫസ്റ്റ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇത് വരുന്നത്. പിന്നെ ബേസൊക്കെ എങ്ങനെയുണ്ട്, ചൊറുക്കായോ മൊത്തത്തിലൊന്ന്? പിന്നെ കുറേ പൂച്ചകളുണ്ട്, പൂച്ചക്ക് വേണ്ട പേരൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പൂച്ചകൾ ഒന്നാമത് എന്നെ നമ്മുടെ ഡോഗ് ചത്തുപോയി, ക്രീപ്പർ പൊട്ടിത്തെറിച്ച് ചത്തുടാ. ലക്കീനെ നമ്മൾ പേരിട്ടിരുന്നത്, ലക്കി ചത്തു. 1 2 3 1 2 3 4 ഇത് ഫുള്ള് നമുക്ക് ഇതാക്കിയെടുക്കാം. വെയിലൊക്കെ വെച്ച് സെറ്റാക്കണം. മതിലൊക്കെ കെട്ടണം, അപ്പം അത് റെഡി ആക്കണം. അതിന് കുറച്ച് ഇത് വേണം, ഇങ്ങോട്ട് നീട്ടണം. ഈ പുഴക്കൊരു മതിൽ സെറ്റാക്കാം, അതാണ് ഞാൻ കരുതുന്നത്. 1 2 3 4 5 ഇവിടെ. പിന്നെ നമുക്ക് 200 സബ് തികഞ്ഞു, നല്ല സന്തോഷമുണ്ട്. 200 സബ് അങ്ങനെ നമ്മൾ തികച്ചിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടാർഗറ്റ് 250 ഇപ്പം എല്ലാവരും സബ് ചെയ്യാം. പിന്നെ ടാർഗറ്റിനൊരു അവസാനമൊന്നുമില്ല, അത് കൂടും കുറയൊക്കെ അല്ല, കുറയില്ല കൂടും. ടാർഗറ്റ് നമ്മളിങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മളും സബിൻ്റെ ഇതും കൂട്ടും. ഇപ്പം നമുക്ക് 100 സബ് എന്ന് ഫസ്റ്റ്, പിന്നെ അങ്ങനെ കൂടും, 150 ആവും, പിന്നെ അങ്ങനെ കൂടി പോകും. അതിനനുസരിച്ച് ടാർഗറ്റിൻ്റെ എണ്ണവും കൂട്ടും. ലാസ്റ്റ് 100 മില്യൺ എന്നറിയും. 1 2 3 4 1 2 3 4 ഇപ്പം അത്രയും പരിപാടി 1 2 3 4 1 2 ബുദ്ധല്. ഇനി നമുക്ക് നട്ടു കൊടുക്കാം. ഇപ്പം ഇത്ര മതി വർക്ക്. ഒന്നത്തെ പരിപാടി ഇത് തന്നെ ഫുള്ള് നടാനുള്ള ഐറ്റംസ് ഇല്ല നമ്മളെയൊക്കെ. ക്യാരറ്റ് നടുകയാണ് നല്ലത്. എന്തിനാന്ന് ചോദിച്ചാൽ ക്യാരറ്റ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും.
മറ്റേത് ട്രൈഡ് ചെയ്യാം, പക്ഷെ ക്യാരറ്റ് മറ്റേ ഫോർച്യൂൺ 3 വെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കിട്ടും, കണ്ടമാനം ക്യാരറ്റ് കിട്ടും. ഇനി വീറ്റും നട്ടുകൊടുക്കുക, നമ്മളെ ഇല്ലതൊക്കെ ഇവിടെ നട്ടുകൊടുക്കുക. ഇല്ലത് ഫുള്ള് ഇവിടെ നട്ട് റെഡിയാക്കിയിട്ട് വേണം. നമ്മളെ ലാക്കിൻ്റെ കൃഷിയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സാധനം മൊത്തം തീർന്നു. ഞാൻ ഇനി ഇവിടെ എവിടെയെങ്കിലും പെട്ടിയിലുണ്ടോ നോക്കട്ടെ. 3 ക്യാരറ്റ് ഇതവിടെ, പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, വേറെ ഒന്നുമില്ല. ഇതിൽ കുറച്ച് സീഡ് ഉണ്ട്, സീഡ് റെഡി. അപ്പോൾ ഇതിനും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ 2 ചോട്ട ഇവിടെ കിടക്കണ്ടേ, ടോട്ടം എന്നല്ലല്ലോ, റെഡിക്കതിൻ്റെ പേരെന്താ, ടോട്ടം ഓഫ് അൺഡൈങ്. അതവിടെ കിടക്കട്ടെ. നമുക്കിതിൽ 7 സീഡ് ഉണ്ട്, വേറെ ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച്. ഇതിൽ വേറെ പ്രത്യേകിച്ച് നമുക്ക് നടാനൊന്നുമില്ല. അതെ, നമ്മുടെ ഫുഡൊക്കെ തീർന്നു കേട്ടോ. ഇനി അതിന് ഞാൻ സെറ്റാക്കണം. ലാസ്റ്റ് ചിക്കൻ പീസാണ്, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമ്മളെ ബ്രെഡാണ് തിന്നുന്നുണ്ട്, ബ്രെഡ്. നമ്മൾ ബ്രെഡ് തിന്ന് ജീവിക്കും, ബ്രെഡ് കുബൂസും ബ്രെഡൊക്കെ തിന്ന്. അപ്പോൾ അങ്ങനെ നമ്മളെ ഈ ഒരു കൃഷി ഇപ്പം ഇത്രയും റെഡിയാക്കി. എന്തായാലും നല്ല പ്രൊഡക്റ്റീവ്. അടുത്ത പരിപാടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ട്രേഡിങ്ങുകളൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഈ നട്ട കൃഷിയൊക്കെ ഇതാക്കിയിട്ട് ഇവന്മാർക്ക് തന്നെ വിൽക്കണം. കണ്ടോ, നമ്മൾ ട്രേഡിങ്ങുകൾ ഇതാണ് ഇപ്പോൾ റെഡിയാക്കി കൊണ്ടിരിക്കണുള്ളൂ. അപ്പം ഇതിന് വേണ്ടി കൊണ്ടാണ് ഞാൻ ആ മരം അവിടെ സെറ്റാക്കി വെച്ചത്. പിന്നെ മറ്റേ മരങ്ങളുണ്ടല്ലോ, ബേസ് കാണുന്ന മരങ്ങൾ, ഈ വലിയ മരം, അത് ഞാൻ ഫാം ചെയ്യാൻ വെച്ചതല്ല, ജസ്റ്റ് ഒരു ഡെക്കറേഷനിൽ വെച്ചതാണ്. ജസ്റ്റ് ബേസിലൊരു ഡിസൈൻ വരട്ടെന്ന് വിചാരിച്ച് വെച്ചതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യട്ടില്ലേ എന്തൊക്കെ ഈ ഫാമൊക്കെ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല വലിയ ഇതുണ്ടാവുമല്ലോ ഫാമുകൾ ഉണ്ടാക്കണേ, അതൊക്കെ സ്ട്രീം ചെയ്താണ്ട് ചെയ്യുന്നതൊക്കെ നല്ലത്. അല്ലാതെ വീഡിയോ ചെയ്താണ്ട് ചെയ്യാൻ നിന്നാൽ കുറേ ടൈം എടുക്കും. ഇതൊക്കെ കൊണ്ടുപോയി നമ്മളിവിടെ കൊണ്ടുപോയി നട്ടേക്കാം, നമ്മളെ ഫാമിൽ. ഇതൊക്കെ ഇവിടുന്ന് ഫുള്ള് പൊട്ടിച്ച് കളയണമെന്നത്. ഇതൊന്നും ഇനി ഇവിടെ ആവശ്യമില്ല. ഇവിടെയൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും സാധനം കൊണ്ടുവരാം. പിന്നെ ഓട്ടോമാറ്റിക്കൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. പിസ്റ്റൺ വേണമല്ലേ. പിസ്റ്റൺ ഇല്ലാതെ വെറും ട്രാപ്പ് ഡോർ വെച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റൂലേ. നടൽ നമ്മൾ തന്നെ നടേണ്ടി വരും, പക്ഷേ എടുക്കാൻ ഹാർവെസ്റ്റ് ചെയ്യാൻ ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റും തോന്നുന്നുണ്ട്. മൈനിങ്ങിനൊന്ന് പോകണം അപ്പോൾ, എന്നിട്ട് വേണം കുറച്ച് റെഡ് സ്റ്റോണൊക്കെ ഒപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് ഓട്ടോമാറ്റിക് സാധനങ്ങൾ ഇറക്കാൻ. റെഡ് സ്റ്റോൺ ഇല്ലാതെ ഓട്ടോമാറ്റിക് പരിപാടി നടക്കൂല. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് നട്ട് വെച്ചിരിക്കണമെങ്കിൽ ഇത് വലുതായിക്കോട്ടെ. ഇത് മതി. പിന്നെ ഇതൊന്ന് റെഡിയാക്കാം, ഇതും കുറച്ച് നട്ടു വെക്കാം. ഇത് ഇനി ഇപ്പം ആവശ്യം വരും വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ല, പിന്നീട് ആവശ്യം വരും. റോക്കറ്റ് ഉണ്ടാക്കാനൊക്കെ ആവശ്യം വരും. ഇത് ഫുൾ, പക്ഷേ ഇത് ബോൺവീൽ ചെയ്യാൻ പറ്റുമോ, അത് നല്ലൊരു ഉപകാരമാണ്. ബെഡ് റോക്ക് ആയതുകൊണ്ട് ഒരു ബോൺവീൽ ഫാം സെറ്റാക്കിയാൽ ഇത് നട്ടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നെണ്ണം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ബോൺവീൽ ഇടിപ്പിക്കാം. അപ്പം താൽക്കാലികം നമുക്ക് ഇങ്ങനെ സെറ്റാക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ പെറ്റാക്ക് വേണ്ട പേരൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടില്ല. അപ്പം അതാണ് നമ്മുടെ പെറ്റാക്ക് കൊടുത്തത്, ലൂക്ക, ജയാറും, കൊച്ചു. പക്ഷെ ഇതിലൊക്കെ മിക്സഡ് ആയിപ്പോയി ആകെ, ആർക്കാ പേര് കൊടുത്തതൊന്നും ഓർമ്മയില്ല. നല്ലൊരു പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു വില്ലേജിന് പറ്റിയ പേരും കമൻറ്റ് ചെയ്യുക. നമുക്ക് വില്ലേജിനൊരു പേരിടാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ. നിങ്ങളിനി നാളെ നോക്കട്ടെ വീഡിയോ ഇടാൻ പറ്റുമെന്ന്. എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ, ഫാമോ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചണ്ടേ. ഡെയിലി വീഡിയോ ഇടാൻ എന്താ പ്രശ്നം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫാമിങ്ങും പരിപാടിയായിട്ട് മുന്നിലേക്ക് പോകും. അപ്പം ഞാൻ കൃഷി സെറ്റാക്കി. ഇനിയിപ്പോൾ നാളെ നമ്മൾ എന്ത് സെറ്റാക്കും, കൃഷി പൊട്ടിച്ചിരുന്നതൊരു വീഡിയോ അത് വേണ്ട. അപ്പോൾ നാളെ ട്രേഡിങ്ങൾ സെറ്റാക്കാം, അല്ലെങ്കിൽ ഞാൻ സ്ട്രീമിൽ സെറ്റാക്കാം. എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ഞാൻ സെറ്റാക്കാം. ടാറ്റ ബൈ ബൈ.